ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ അരി അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കോക്കനട്ട് ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് അരിയാണിത്. ഇതിൽ വെള്ളമൊക്കെ വാർത്തിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് 1.5 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറാണ് ചേർത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന ജയ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് അരച്ചിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല മയത്തിൽ തന്നെ, തരിയൊന്നും ഇല്ലാതെ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം പാകത്തിനാണോ എന്നൊന്ന് നോക്കുക. ഇപ്പോൾ ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി, ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം കൂടി ഞാൻ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഈ മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ദോശ ബാറ്ററിൻ്റെ ആ ഒരു കട്ടിയാണ് വേണ്ടത്. ഒരുപാട് കട്ടിയായി പോവരുത്, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഈ ഒരു അളവിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് റവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് വട്ടത്തിലല്ലാതെ ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കനം കുറച്ച് പരത്തിയിട്ട് വലിയ ദോശയായിട്ടും ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ പരത്തി വെച്ചിട്ടുള്ള ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ചൊരു പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് വെളിച്ചെണ്ണ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഒരു 1/2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ദോശ വെന്ത് വരും. മുകൾ ഭാഗം അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കനം കുറച്ച് വട്ടത്തിൽ പരത്തിയിട്ടും ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇതിന് കൂടെ വേണമെന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് നമുക്ക് ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ കറി ഇവിടെ ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.